ദൈവത്തിൻ്റെ മഹത്വമുള്ള നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ ഇന്ന് നോക്കുന്നത് യാക്കോബ് എഴുതിയ 1-ാം ലേഖനം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ഓരോ വാക്യങ്ങളായിട്ട് നോക്കി പോകാം. 12-ാമത്തെ വാക്യം: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. കഴിഞ്ഞ ക്ലാസ്സുകളിൽ പരീക്ഷ, അതിൻ്റെ ഗൗരവം, അത് സഹിക്കുന്നതിൻ്റെ പ്രയോജനം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടു. ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ പറയുന്ന വാക്കിതാണ്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ചില വാക്കുകൾ, വേദപുസ്തകത്തിൽ കാണുന്ന ചില വാക്കുകൾ നമ്മൾ അസ്ഥാനത്ത് ഉപയോഗിക്കരുത്. ഭാഗ്യം എന്നുള്ള വാക്ക്, ബ്ലെസ്സഡ്, ഇംഗ്ലീഷിൽ ബ്ലെസ്സഡ്, ആ വാക്ക് എന്ന് പറയുന്നത് നന്മ എന്നർത്ഥത്തിലല്ല. നന്മയുടെ ഒക്കെ ഒരു ഉയർന്ന തലമാണ് അനുഗ്രഹം. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ഭൗതിക കാര്യങ്ങളെ ചേർത്ത് പറയാൻ ഒറ്റ പ്രാവശ്യം പോലും ബ്ലെസ്സഡ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല. കാര്യം, അതിനെ പറ്റിയ ഒരു കാര്യവും ഈ ലോകത്തിലില്ല. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആത്മീക കാര്യത്തോട് ബന്ധത്തിലും ദൈവികമായ കാര്യത്തോടുള്ള ബന്ധത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹം. അപ്പോൾ നമ്മുടെ സംസാരത്തിലും സംഭാഷണങ്ങളിലൊക്കെ ആ വാക്ക് ഒഴിവാക്കണം. നമ്മൾ സാധാരണ അനുഗ്രഹം എന്ന വാക്ക്, ദൈവം എനിക്ക് ഒരു കാർ തന്നെ എന്നെ അനുഗ്രഹിച്ചു, ഒരു വീട് തന്നെ എന്നെ അനുഗ്രഹിച്ചു, അതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റില്ല. പക്ഷേ ദൈവം അർത്ഥമാക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്നൊരു വാക്കെടുത്ത് നമ്മൾ വേറെ ഭാഗത്ത് പ്രയോഗിക്കുന്നത് അതൊരു നല്ല രീതിയല്ല. അതുകൊണ്ട് നമ്മുടെ സംഭാഷണത്തിൽ ആ വാക്ക് ഒഴിവാക്കുക. കാരണം പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്യം പോലും ഇല്ല ഭൗതിക കാര്യങ്ങളുടെ ബന്ധത്തിൽ അനുഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് വളരെ പൊതുവായി കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ഈ അനുഗ്രഹം എന്ന വാക്ക് ഇങ്ങനെയുള്ള ഉപയോഗിക്കുന്നത്. ഇവിടെ പറയുന്നത് പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ പല അനുഗ്രഹങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ പറയുന്നു, പരീക്ഷ സഹിക്കുന്നവൻ, പരീക്ഷയിലൂടെ കടന്നു പോകുന്നവൻ, അവൻ ഭാഗ്യവാനാണ്. ദൈവം അതിനെ കാണുന്നത് ഒരു ഭാഗ്യാവസ്ഥയായിട്ടാണ്. എന്നാൽ പലപ്പോഴും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഒരു പരീക്ഷയ്ക്കായി ഒരാളുടെ ജീവിതത്തിൽ ചിലത് വന്ന് ഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷയുടെ കടന്നു പോകുമ്പോൾ നമുക്കൊക്കെ അയ്യോ ഭാവമാണ്. അയ്യോ കഷ്ടം, അയ്യോ പാപം, അയ്യോ അദ്ദേഹത്തിന് ഈ ഗതി വന്നല്ലോ. അതാണ് നമ്മുടെ രീതി. എന്നാൽ ദൈവം അങ്ങനെ പറയത്തില്ല. ദൈവം അയ്യോ പാവം, അയ്യോ കഷ്ടം എന്ന് പറയുന്നില്ല. കാര്യം, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു അനുഗ്രഹമാണ്. അപ്പം നമ്മളും അങ്ങനെ കാണാൻ കഴിയണം. പരീക്ഷയിലൂടെ, കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു അനുഗ്രഹമായിട്ട് കാണാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, അവൻ എന്തുകൊണ്ടാണ് ഭാഗ്യവാൻ? കാരണം അവൻ യോഗ്യനെന്ന് തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അവിടെ പ്രധാനപ്പെട്ട ഒരു വാക്കെന്ന് പറയുന്നത് അവൻ യോഗ്യനെന്ന് തെളിയുക എന്നതല്ല, ജീവകിരീടമല്ല. പ്രധാനപ്പെട്ട വാക്കെന്ന് പറയുന്നത് തന്നെ സ്നേഹിക്കുന്നവർക്ക്. അത് വളരെ അതിപ്രധാനമായൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗൗരവമേറിയ പഠിപ്പിക്കലുകളെ നമ്മൾ ഭയപ്പെടുന്നത്? എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ഞാനൊരു മെസ്സേജ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നതിനോട് ചോദിച്ചു, അല്ലെങ്കിൽ തന്നെ, അയാൾ പറഞ്ഞ ഇതേ വാക്കല്ല, ആശീർവാദമായിരുന്നു, അല്ലെങ്കിൽ തന്നെ ഉള്ള എല്ലാ സന്തോഷങ്ങളെയും നിങ്ങൾ കെടുത്തിക്കളയാണ്, ഇനി ഇതും കൂടി പറയുന്നത്. കള്ളു കുടിക്കാൻ പറ്റുന്നില്ല, പിന്നെ ലോകത്തിൻ്റെ രീതിയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെ കാണുന്ന കാഴ്ചപ്പാട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ
എന്തുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വേദപുസ്തകത്തിൻ്റെ വലിയ ഗൗരവമേറിയ ആഴമേറിയ പഠിപ്പിക്കലുകളെ, ശക്തമായ പഠിപ്പിക്കലുകളെ ഭയപ്പെടുന്നത്? കാരണം നമ്മുടെ ഉള്ളിൽ ഒക്കെ അടിഞ്ഞു കിടക്കുന്ന ഒരു അറിവെന്ന് പറയുന്നത്, ഇതൊക്കെ ഞാൻ കഠിന പരിശ്രമത്തിലൂടെയും ഹിമാലയ പർവ്വതത്തിൽ പോയി ഒരു വർഷം തപസ് ഇതൊക്കെ ഉണ്ടാക്കേണ്ട മൂല്യങ്ങളാണ്, ക്യാരക്ടറാണ്, നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഒരു ധാരണയുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും നേടിയെടുക്കാൻ പറ്റുന്നതല്ല ക്രൈസ്തവ മൂല്യങ്ങൾ, അല്ലെങ്കിൽ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. അവിടെ പറയുന്നത് ആരാണ് യോഗ്യനെന്ന് തെളിയുന്നത്, അല്ലെ ആർക്കാണ് യോഗ്യനെ തെളിയാൻ കഴിയുന്നത്, ആർക്കാണ് ജീവകിരീടം പ്രാപിക്കാൻ കഴിയുന്നത്? ആരാണോ കർത്താവിനെ സ്നേഹിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് അഭിനയിക്കാം, ജയിച്ചു എന്ന് അഭിനയിക്കാം. പിന്നെ നമ്മുടെ സംസ്കാരത്തിൽ നിങ്ങൾ എന്നെയും കുറ്റപ്പെടുത്തത്തില്ല, ഞാൻ നിങ്ങളെയും കുറ്റപ്പെടുത്തത്തില്ല, അതുകൊണ്ട് നമ്മളെല്ലാവരും വിശുദ്ധന്മാരാണ്. പക്ഷേ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുൻപിൽ ഇതൊന്നും വിലപ്പോകത്തില്ല. അപ്പോൾ ആ ഉന്നതമായ നിലവാരത്തിൽ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ പരിശ്രമം കൊണ്ടോ നമ്മുടെ ഡിസിപ്ലിൻ കൊണ്ടോ ഒന്നും എത്തിച്ചേരാൻ പറ്റുകയില്ല. പിന്നെ എങ്ങനെയാണ് സാധിക്കുന്നത്? അവിടെ പറയുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നതിലൂടെ. കർത്താവിനെ സ്നേഹിക്കുന്നതിലൂടെ സ്വാഭാവികമായി വന്നു ചേരുന്നതാണ് ഇതൊക്കെ, കർത്താവിനോടുള്ള സ്നേഹം. അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്, നമുക്കെല്ലാം കർത്താവിനോട് സ്നേഹമാണ്. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെ അളക്കാൻ പറ്റും? യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാമോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവത്തോളം തന്നെ ഉയരമുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. പക്ഷേ കർത്താവ് പറയുന്നത് എന്താ? ഈ കൽപ്പന തന്നതൊക്കെ പ്രസംഗിക്കാനും ബൈബിൾ സ്റ്റഡി നടത്താനും അല്ലല്ലോ, അൾട്ടിമേറ്റ്ലി ആത്യന്തികമായി അനുസരിക്കാനാണ്. പക്ഷെ അനുസരിക്കാൻ പറ്റിയ കാര്യങ്ങളാണോ എഴുതി വെച്ചിരിക്കുന്നത്? പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പം ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ഈ കൽപ്പനകളെ കാത്തുകൊള്ളാൻ നമുക്ക് കഴിയുന്നത്. അത് കഠിനമായ ഒരു ശ്രമമല്ല. ഞാൻ വടക്കേന്ത്യയിൽ ഒരു മിഷണറിയിലൂടെ ഇങ്ങനെ നടന്നു പോവുക. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിച്ച് ഇങ്ങനെ നടക്കണം. ഞാൻ പറഞ്ഞു, എത്ര സൂക്ഷിച്ച് നടന്നാലൊന്നും എത്തത്തില്ല. ഇവിടുത്തെ വിഷയം എത്ര സൂക്ഷിച്ച് നടക്കുന്നു എന്നതല്ല. ഇവിടുത്തെ വിഷയം ഞാൻ ആരുടെ കൂടെ നടക്കുന്നുവോ അയാളോടുള്ള ഭക്തിയാണ് വിഷയം. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഈ കൽപ്പനകളൊക്കെ കാത്തുകൊള്ളും. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹം, അതിൻ്റെ ശത്രു എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം പങ്കിടാൻ പറ്റുകയില്ല. നമുക്കറിയാം, ചില ആസിഡിൽ വേറെ ചില കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അത് ഡിസോൾവ് ആയിപ്പോൾ അതിൻ്റെ ആ ശക്തി ഇല്ലാതാവും, അതിൻ്റെ കഴിവില്ലാതാവും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം അതല്പം പോലും മുറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞ മനുഷ്യനെ സ്നേഹിക്കുന്ന കാര്യവും മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞതോ? കർത്താവ് പറഞ്ഞത് ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കായിരിക്കണം മറ്റുള്ളവരോടുള്ള സ്നേഹം. അല്ലാതെ ഞാൻ ദൈവത്തോടൊരു സ്നേഹം
മറ്റുള്ളവരോട് വേറൊരു സ്നേഹം. അതാണ്, അത് സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്ന സ്നേഹമാണ്. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് ഈ തിരിച്ച് പ്രതീക്ഷിക്കുന്നത്. ഈ തിരിച്ചടവ് കൊടുക്കണമെന്നൊക്കെ പറയുമല്ലോ. അതായത് ലോൺ എടുക്കുന്നതിന് മുൻപ് അവർ വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കും. എന്നിട്ട് മാസം മാസം അടയ്ക്കാതെ വരുമ്പോൾ, തിരിച്ചടവ് കിട്ടാതെ വരുമ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കും. ഇതുപോലെ തന്നെ നമ്മൾ വാരിക്കോരി സ്നേഹം കൊടുക്കും, തിരിച്ചടവ് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വയലൻ്റ് ആവും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രശ്നം എന്താണ്? അതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം വേറെ, ഇതിനോടുള്ള സ്നേഹം വേറെ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെയാണ് ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് എങ്ങനെ അറിയാം? കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാനാണ്, അവന് ഒടുവിൽ കർത്താവ് ജീവകിരീടം നൽകും. കാരണം അവന് ജയിക്കാൻ കഴിഞ്ഞത് കർത്താവിനോടുള്ള സ്നേഹം നിമിത്തമാണ്. 13-ാമത്തെ വാക്യം, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഇത്രയും നേരം പറഞ്ഞ പരീക്ഷയല്ല ഈ പരീക്ഷ. മലയാളത്തിലും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എല്ലാത്തിലും എനിക്ക് ഉണ്ടോ എന്ന് അറിയത്തില്ല. മലയാളത്തിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് പരീക്ഷ. എന്നാൽ ഇതെന്താണ്? ഇതിനു മുൻപ് പറഞ്ഞിരുന്നത് ട്രയൽസ് ആണ്. ആ വാക്ക് ട്രയൽസ് ആണ്. ഇപ്പോൾ പറയുന്നത് ടെംപ്റ്റേഷനാണ്, പ്രലോഭനം. ഇതിനു മുൻപ് പറഞ്ഞത് ട്രയൽസ് അല്ലെങ്കിൽ ടെസ്റ്റ്. ഇപ്പോൾ പറയുന്ന പരീക്ഷ എന്ന് പറയുന്നത്, അതായത് 13-ാമത്തെ വാക്യത്തിൽ പറയുന്ന പരീക്ഷ, അത് ടെംപ്റ്റേഷനാണ്. ട്രയൽസും ടെംപ്റ്റേഷനും അത് ഒന്ന് വ്യത്യാസം, ഒരു ഡെഫിനിഷൻ നമുക്ക് ഒന്ന് പറയാം. ടെസ്റ്റ് എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ജെനുവിനെസ്, വിശ്വാസത്തിൻ്റെ സത്യസന്ധത തെളിയിക്കപ്പെടാനുള്ള ഒരു വഴിയാണ് നേരത്തെ പറഞ്ഞ പരീക്ഷ, ടെസ്റ്റ്. എന്നാൽ ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണമായിത്തീരുന്ന പാപകരമായ പ്രവൃത്തികൾ ചെയ്യാനുള്ള ഇൻഫ്ലുവൻസ്, പ്രഷറാണ് പ്രലോഭനം. മറ്റേത് എൻ്റെ ഫെയ്ത്ത് തെളിയിക്കപ്പെടാൻ ഉള്ള ടെസ്റ്റുകൾ, ട്രയൽസ്. എന്നാൽ ടെംപ്റ്റേഷൻ, പ്രലോഭനം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണമായിത്തീരുന്ന പാപങ്ങൾ, അഭക്തിയുള്ള കാര്യങ്ങളെ ചെയ്യാനുള്ള പ്രഷറാണ് ടെംപ്റ്റേഷൻ. ഇവിടെ യാക്കോബ് പറയുകയാണ്, നിങ്ങൾ അങ്ങനെയുള്ള പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾ ആരും പറയരുത്. പിന്നെ എങ്ങനെയാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്? അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം പ്രലോഭനങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നില്ല, ദൈവം പ്രലോഭനങ്ങൾ ഉപയോഗിച്ച് ആരെയും പരീക്ഷിക്കുന്നുമില്ല. ദൈവത്തിൽ പ്രലോഭനമില്ല, ദൈവത്തെ പ്രലോഭിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ദൈവം ഈ പ്രലോഭനം ഉപയോഗിച്ച് ആരെയും പരീക്ഷിക്കുകയില്ല. എന്നിട്ട് കാരണം പറയുന്നു 14-ാമത്തെ വാക്യത്തിൽ, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത്, പ്രലോഭിപ്പിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുന്നത് കൊണ്ടാണ്. നമ്മൾ ഇതിനിടയിൽ താഴേക്കുള്ളൊരു വാക്യത്തിലേക്ക് പോയിട്ട് ഇതിലേക്ക് മടങ്ങി വരാം. അതിൻ്റെ 17-ാമത്തെ വാക്യം, സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛേദനമോ ഇല്ല. എവിടെയാണ് പ്രലോഭനം ഉണ്ടാകുന്നത്? പ്രലോഭനം ഉണ്ടാകുന്നത് കിട്ടിക്കഴിഞ്ഞാൽ പ്രലോഭനം ഉണ്ടാകും. മലയാളത്തിൽ നല്ലൊരു വാക്കുണ്ട്, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. കിട്ടാത്തതാണ് നമ്മൾ മോഹിക്കുന്നത്. കിട്ടിക്കഴിഞ്ഞാൽ മോഹിക്കേണ്ട ആവശ്യമില്ലല്ലോ, കിട്ടി. അല്ലെങ്കിൽ കിട്ടുമെന്ന് ഉറപ്പുള്ളത് നമ്മൾ മോഹിക്കാറില്ല. ഇപ്പോൾ എക്സാമ്പിൾ, എനിക്ക് ഒരു ഡ്രസ്സ് വേണം, ആ ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തു, അപ്പോൾ ഡൽഹിയിൽ നിന്ന് അത് അയച്ചു, പിന്നെ ഞാൻ മോഹിക്കത്തില്ല, കാരണം ഓൾറെഡി കിട്ടി. അതായത് ഒന്നിനെ കയ്യിൽ കിട്ടി, അല്ലെങ്കിൽ കിട്ടുമെന്ന് ഉറപ്പുള്ളത്. ഇവിടെ വായിച്ച് വാക്യം ശ്രദ്ധിച്ചോ,
നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ നല്ലതും നിങ്ങൾക്ക് തോന്നി നല്ലതല്ല, സർവജ്ഞാനിയായ ദൈവത്തിന് നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന നല്ല ദാനങ്ങൾ, പൂർണ്ണ വരങ്ങളും ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്ന് മാത്രമല്ല, ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല, മാറ്റങ്ങളോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നവനല്ല. നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ഏറ്റവും നല്ലത് ദൈവത്തിൽ നിന്ന് വരും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ, അതായത് കിട്ടിക്കഴിഞ്ഞു, ദൈവം മുടക്കത്തില്ല, ദൈവം തരാതിരിക്കത്തില്ല, ദൈവം പാർഷ്യാലിറ്റി കാണിക്കുന്നവനല്ല, ദൈവം ഒന്ന് പറഞ്ഞിട്ട് മാറുന്നവനല്ല. അങ്ങനെയാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞു, പിന്നെ മോഹത്തിന് സ്ഥാനം ഇല്ല. എവിടെയാ പ്രശ്നം? പ്രശ്നം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിലാണ് പ്രശ്നം. ദൈവം നല്ലവൻ എന്തിന്? പാട്ടുപാടാൻ. എൻ്റെ കാര്യത്തിലോ എൻ്റെ മക്കളുടെ കാര്യത്തിലോ മക്കളുടെ പഠനത്തിൻ്റെ കാര്യത്തിലോ എൻ്റെ ജോലിയുടെ കാര്യത്തിലോ ഒന്നും ദൈവം നല്ലവനല്ല. പാട്ട് പാടാൻ ദൈവം നല്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദൈവം നല്ലവൻ, എല്ലാവർക്കും നല്ലവൻ. പക്ഷേ ദൈവം നല്ലതേ തരൂ, ദൈവം നല്ലത് തരും. ദൈവം തുറന്നാൽ ആരടയ്ക്കും? ഇതാണ് എൻ്റെ ബോധ്യമെങ്കിൽ മോഹത്തിന് അവിടെ സ്ഥാനമില്ല, കിട്ടിക്കഴിഞ്ഞു. അതല്ലേ നമ്മൾ നേരത്തെ വായിച്ചത്? എന്താണ്? യാചിക്കുന്നവൻ, 6ാമത്തെ വാക്യം ഒന്നുകൂടി മിനി വായിക്കാമോ? 1:6. എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ. അപ്പൊ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിക്കഴിഞ്ഞതുപോലെയാണ്, പിന്നെ അവിടെ മോഹത്തിന് സ്ഥാനമില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഞാനൊരു ബൈബിൾ സ്റ്റഡി ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ നമുക്ക് മോഹങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, എനിക്ക് ഒരു 10,000 രൂപയെ വരുമാനമുള്ളൂ. ഞാനൊരു ലോണിലൊരു കാർ എടുക്കുക, മാസം 20,000 രൂപ. എനിക്കറിയില്ല എങ്ങനെ അടയ്ക്കണമെന്ന്. അറിഞ്ഞില്ലെങ്കിലും എനിക്ക് ആ കാറിനോടുള്ള അതിയായ മോഹം കൊണ്ട് ഞാൻ അതൊക്കെ മറന്നിട്ട് ലോൺ എടുക്കും, കാർ എടുക്കും. എൻ്റെ വരുമാനം 10,000 ഉള്ളൂ, മാസം 20,000 അടയ്ക്കണം. പിന്നെ നമുക്കറിയാം എന്തൊക്കെ സംഭവിക്കുന്നു. അതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നാളെ ഒരു ഇഡ്ഡലി കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, ഒരു മസാല ദോശ കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, ആ ഒരു ലെവൽ കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മളീ പറയുന്നത്. എൻ്റെ കൺട്രോൾ ചെയ്യുന്ന ദൈവം എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടും എനിക്ക് പോകാൻ നിർബന്ധമാകുന്ന മോഹങ്ങൾ, അല്ലെങ്കിൽ നുണ പറഞ്ഞിട്ട് തെറ്റ് കാണിച്ചിട്ടത് നേടാനുള്ള മോഹങ്ങൾ, അതെവിടെന്നാ വരുന്നത്? എൻ്റെ ദൈവം നല്ല ദാനങ്ങളെ തരാൻ ആഗ്രഹിക്കുന്നവനാണെന്നുള്ള ആ വിശ്വാസത്തിൻ്റെ കുറവിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അപ്പം ഇവിടെ യാക്കോബ് പറയുകയാണ്, നിങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാകുമ്പോൾ അത് ദൈവത്തിൽ നിന്നാണെന്ന് നിങ്ങൾ പറയരുത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിശാചിന്ന് പോലുമല്ല, പിശാചിന്ന് പോലുമല്ല. എന്നാൽ നമുക്കറിയാം പിശാചിൻ്റെ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് എന്താണ്? ലോകം, ജഡം. അപ്പോൾ ആ നിരയിൽ വരുന്ന ഒരു ഏജന്റ് മാത്രമാണ് ജഡം. മോഹം ഉണ്ടാകുന്നു നമ്മിൽ. ആ മോഹം ആണ് ഇതിന് കാരണം. മോഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് 14ാമത്തെ വാക്യത്തിൽ, ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയാലാകുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ അതിൻ്റെ രീതിയെക്കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. മോഹം ആദ്യം ഗർഭം ധരിക്കുന്നു, ഒരു വിത്തായി അത് വീഴുന്നു, അത് വളരുന്നു. എങ്ങനെ വളരുന്നു? വളരാനുള്ള സാഹചര്യങ്ങൾ കൊടുത്താൽ മാത്രമേ അത് വളരുന്നു. അത് വളരുന്നു. വളർന്നു കഴിഞ്ഞാൽ
അതിൻ്റെ പൂർണ്ണതയിലെത്തുമ്പോൾ തീർച്ചയായും അത് പാപത്തെ പ്രസവിക്കും. അതെന്തിലേക്കാണ് പോകുന്നത്? മരണത്തിലേക്ക് പോകും. കാണുക, മോഹിക്കുക, പാപം ചെയ്യുക. അതിൻ്റെ പല സ്റ്റേജസ് ആണ്. അത് ആരംഭിക്കുന്നു, വളരുന്നു, ഒടുവിൽ നമ്മൾ വീഴുന്നു. കാണുക എന്നത് അല്ലെങ്കിൽ അതിൻ്റെ വിത്ത് വീഴുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രലോഭനം ഉണ്ടാകുന്നത് പാപമല്ല. ഒരു പ്രലോഭനം ഉണ്ടാകുന്നത് ഒരു സാധാരണ കാര്യമാണ്. നമ്മൾ ഒരു ഫോളൻ നേച്ചർ, വീഴ്ച സംഭവിച്ച ശരീരത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പ്രലോഭനം ഉണ്ടാകുന്നത്. പ്രലോഭനം തെറ്റല്ല. എന്നാൽ ഉണ്ടായ പ്രലോഭനത്തിന് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ നമ്മൾ തന്നെയാണ് ഒരുക്കി കൊടുക്കുന്നത്. അത് ഒരുക്കി കൊടുത്താൽ മാത്രമേ അത് വളരൂ. നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ പാപത്തെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ പാപം പ്രസവിക്കാൻ കാരണമായി തീരുന്ന ആ വളർച്ച നമ്മൾ ഗൗരവമായിട്ട് കാണാറില്ല. ആ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയ്യോ അയ്യോ എന്നൊക്കെ പറയും. പക്ഷെ അത് സംഭവിക്കാൻ കാരണമായ ആ പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ഡിസ്കഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കാര്യമായിട്ട് എടുക്കാറില്ല. ഇവിടെ പറയുന്നത് കണ്ടു, മോഹിച്ചു, പാപത്തിൽ വീഴും. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹൗവയുടെ കാര്യത്തിലായാലും യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുന്ന ആഖാൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലായാലും ഇതേ സ്റ്റേജാണ് അവരുടെയും ജീവിതത്തിൽ. എന്താണ്? കാണുന്നു, അത് സാധാരണ കാര്യമാണ്, ഫലം കാണുന്നു. പക്ഷേ പിന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നു, അത് മോഹിക്കുന്നു, ഒടുവിൽ പാപത്തിൽ വീഴുന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായ ഒരു ബാബിലോന്യ മേലങ്കിയും 200 ശേക്കെൽ വെള്ളിയും 50 ശേക്കെൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ട് മോഹിച്ച് എടുത്തു. കണ്ടു, മോഹിച്ചു, എടുത്തു. കണ്ടു, മോഹിച്ചു, എടുത്തു. കാണുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആകാൻ മാത്രമാണോ കണ്ടത്? അല്ല, പലരും കണ്ടു. പക്ഷേ മോഹിച്ചതും മോഹം വളരാൻ കാരണമായി ഉള്ള സാഹചര്യം ഉണ്ടായി കൊടുത്തതും ആകാനാണ്. അന്ന് രാത്രി ഒരുപക്ഷെ കൂടാരത്തിൽ പോയിട്ട് ആകാൻ ഉറങ്ങി കാണത്തില്ല. അദ്ദേഹം ആ പൊൻകട്ടിയെ കുറിച്ച് സ്വപ്നം കണ്ടു കാണും. ആ പൊൻകട്ടി കൊണ്ടുണ്ടാക്കുന്ന മാലയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ആ പിക്ചർ കണ്ടു കാണും. ഈ സ്വർണം എവിടെ കുഴിച്ചിടണമെന്ന് അദ്ദേഹം ചിന്തിച്ചു കാണും. അങ്ങനെ അതിന് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒടുവിൽ അത് എടുക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് അത് കൊടുത്തു. നമ്മൾ പാപത്തെ എത്ര ഗൗരവമായി കാണുന്നു, അതേ ഗൗരവത്തിൽ തന്നെ അത് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾക്കും വില കൊടുക്കണം. അത്രയും തന്നെ ഗൗരവം നമ്മൾ കൊടുക്കണം. സംസാരത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കൺട്രോൾ ഇല്ലെങ്കിൽ, പണത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് വീഴ്ച ഉണ്ടെങ്കിൽ, അങ്ങനെ ജീവിതത്തിൽ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള ഏതൊരു കാര്യത്തിലും നമുക്ക് വീഴ്ച ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലായി അത് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിന്നുകൊടുക്കരുത്. അതിനുള്ള ഐറ്റംസ് സ്വരൂപിക്കരുത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. നമ്മൾ പലപ്പോഴും പിശാചുമായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ തെറ്റായിട്ടുള്ള പല ബോധ്യങ്ങളും കേൾക്കാറുണ്ട്. നമ്മൾ പലരും അങ്ങനെ വിശ്വസിക്കാറുണ്ട്. നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. പിശാചിനെ കുറിച്ച് ഒരുപാട് കഥകൾ, ബൈബിളിലുള്ള കഥകളല്ല, ഉണ്ടാക്കിയ കഥകൾ. ഇതൊക്കെ നല്ല പങ്ക് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എവിടെയാണ് ഈ ടെംപ്റ്റേഷൻ? നമ്മൾ പലപ്പോഴും പിശാചിനെ കാണേണ്ട സ്ഥലത്തല്ല കാണുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു മോഹത്തെക്കുറിച്ച്, അവിടെയാണ് പിശാചിനെ കാണേണ്ടത്. പക്ഷെ നമ്മൾ പിശാചിനെ കാണുന്നത് അതിലൊന്നുമല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
1 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ വിഗ്രഹാർപ്പിതം കഴിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വിഗ്രഹാർപ്പിതം കഴിക്കുന്നതിനെ കുറിച്ച്. ഇപ്പോഴും അതേക്കുറിച്ച് നമുക്ക് കേട്ടറിവുകളേ ഉള്ളൂ. ബൈബിളിൽ പറയുന്നതിനെ കുറിച്ച് വലിയ അറിവില്ല. സാധാരണ ഈ കാര്യം എന്നോട് പലരും ഡൗട്ട് ചോദിക്കാറുണ്ട്. എന്താ ബ്രദറെ വിഗ്രഹാർപ്പണം? ഞാൻ ബൈബിൾ എടുക്കാൻ പറയും. ബൈബിൾ എന്താ പറയുന്നത്? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വിഗ്രഹാർപ്പിതം കഴിക്കാത്തവൻ ആത്മീകനും, ഒരു വിശ്വാസി വിഗ്രഹാർപ്പിതം കഴിച്ചാൽ അവൻ അനാത്മീകനും. വിഗ്രഹാർപ്പിതം കഴിക്കാത്തവൻ പക്വതയുള്ളവനും വിഗ്രഹാർപ്പിതം കഴിക്കുന്നവൻ അപക്വതയുള്ളവനും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് ഒന്ന് നോക്കാം. 1-ാമത്തെ വാക്യം. ഇതെന്തിനു വേണ്ടിയാണ് ഈ പറയുന്നത്? എവിടെയാണോ നമ്മൾ പിശാചിനെ കാണുന്നത് അവിടെയല്ല കാണുന്നത്. 1-ാമത്തെ വാക്യം. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് തീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. ഇവിടെ പൗലോസ് പറഞ്ഞു തുടങ്ങുകയാണ്, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ പറയാൻ സാധിക്കും, എനിക്കറിയാം. അവിടെ നീ പറയുന്ന എനിക്കറിയാമെന്ന് പറയുന്ന ആ പറച്ചിൽ പൗലോസ് പറയുകയാണ്, അത് അഹങ്കാരത്തിൻ്റെ പറച്ചിലാണ്, അഹങ്കാരത്തിൽ നിന്നുണ്ടാകുന്ന തോന്നലാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് നീ ചീർക്കുകയേ ഉള്ളൂ. ഇനി അടുത്ത വാക്യം. ഞാൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നുവെങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്നുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ നിനക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ പൗലോസ് പറയുന്നു, നിനക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ നീ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. താഴ്മയിൽ നിന്നുണ്ടാകുന്ന ഒരു പറച്ചിലോ അറിവോ അല്ലാതെ അഹങ്കാരത്തിൽ നിന്നാണ്. എനിക്കെല്ലാം അറിയാം, അങ്ങനെ പറഞ്ഞാൽ നിനക്കൊന്നും അറിയില്ല, അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. വായിക്കാൻ താഴോട്ട്. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. വിഗ്രഹങ്ങൾ ഏതുമില്ല. നിങ്ങൾക്കറിയാമല്ലോ, അരബയോഗ കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ പൗലോസ് നടന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, വിഗ്രഹങ്ങളൊന്നുമില്ല എന്ന് നമുക്കറിയാം, ഏക ദൈവമല്ലാതെ മറ്റൊന്നില്ല, അവനാണ് സർവശക്തൻ. ഓക്കെ, ഇനി അടുത്തത്. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നാമും ആകുന്നു. ഓക്കെ, അപ്പൊ പൗലോസ് പറയുകയാണ്, ദൈവം സർവശക്തനാണ്, ദൈവം സർവാധികാരിയാണ്. പക്വതയുള്ളൊരുത്തൻ്റെ ബോധ്യം അവൻ ഒരു സന്ദർശന സ്ഥലം എന്ന നിലയിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചാലൊന്നും അവന് ഒരു പേടിയില്ല. കാര്യം അവനറിയാം അവൻ്റെ ദൈവം ആരാണെന്നും ഇത് ഏതുമില്ലെന്നറിയാം. എന്നിട്ട് 7-ാമത്തെ വാക്യം. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. അതായത് ഇതൊന്നും സാരമായ കാര്യമല്ലെന്ന് ചിന്തിക്കുന്നവനുമുണ്ട്, എന്നാൽ അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തവരുണ്ട്. സഭയിൽ എല്ലാവരും ഉണ്ട്. വിശ്വാസത്തിൽ ഉറപ്പുള്ളവനുണ്ട്, വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവനുണ്ട്, പുതിയ വിശ്വാസമുണ്ട്, പഴയ വിശ്വാസമുണ്ട്. അപ്പോൾ പൗലോസ് ആദ്യം പറയുകയാണ്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആധിപത്യത്തെക്കുറിച്ചും ബോധ്യമുള്ള പക്വതയുള്ളവരുണ്ട്, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. വായിച്ചു താഴോട്ട്. ചിലർ ഇന്നുവരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങലായി വരാതിരിപ്പാൻ നോക്കുവിൻ. ഓക്കെ, ഞാൻ അത് പറയാം. അതിന് മുമ്പ് അടുത്ത വാക്യം വായിക്കാം. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ
ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കെയില്ലയോ? അവരൊരു കല്യാണത്തിന് വിളിച്ചു. അപ്പോൾ അവര് ഒരു ജാതീയ ആളുകളാണ്. നമ്മുടെ കോൺടെക്സ്റ്റ് ഒരു ഹിന്ദുവാണ്. അപ്പോൾ ഹിന്ദു കല്യാണം നടക്കുന്ന അമ്പലത്തിലാണ്, അമ്പലത്തിനോട് ചേർന്നുള്ള ഹാളിലാണ് ഫുഡ്. അപ്പോൾ നീ അവിടെ ഫുഡ് കഴിക്കുമ്പോൾ എന്താണ് വായിച്ചത്? നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണോ ബൈബിൾ പറയുന്നത്? അല്ല. അടുത്ത വീട്ടിലെ ഒരുത്തൻ, അവൻ ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ ആര് തന്നെ ആകട്ടെ, അവൻ നമുക്കൊരു ഭക്ഷണം തന്നാൽ ഭക്ഷണമായി കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഒരു പാപവുമില്ല, അതിലൂടെ ഒരു പിശാചും കയറത്തില്ല. ഇതൊക്കെ നമ്മളെ കുടുക്കാനായി കള്ള പ്രവാചകന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും ഉണ്ടാക്കിയ പരിപാടികളാണ്. എന്താ, നീ കഴിച്ച പഴത്തിൽ കൈവിഷം തന്നു, പിന്നെ അത് ഛർദ്ദിപ്പിച്ച് കളയണം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ അത് അറിയാത്തതുകൊണ്ട് നല്ലത്. ഇവിടെ പറയുന്നത് അതൊന്നും നിന്നെ ബാധിക്കത്തില്ല. യേശു പറഞ്ഞില്ലേ, നീ കഴിക്കുന്ന ഭക്ഷണം അത് മറപ്പുര പോവും, അതോടെ പരിപാടി തീർന്നു. പിന്നെ എവിടെ പ്രശ്നം? രണ്ട് പ്രശ്നങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിനക്ക് തന്ന ആള് പറയുകയാണ് ഇത് വിഗ്രഹത്തിന് സമർപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചാൽ അവനത് പ്രശ്നമാണ്, നമുക്കല്ല. രണ്ട്, നീ കഴിക്കുന്നത് ഒരു ബലഹീന വിശ്വാസി കണ്ടാൽ അയ്യോ അതെന്താ ചെയ്തേ എന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സ് ക്ഷീണിക്കും. അവനും തെറ്റായ അവൻ്റെ മനസാക്ഷിക്ക് ഉതകാത്ത കാര്യങ്ങൾ ചെയ്യാൻ അവൻ പ്രേരിപ്പിക്കപ്പെടും. അതുകൊണ്ട് തിന്നരുത് എന്നാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഹിന്ദുക്കളുണ്ടാകും, കത്തോലിക്കരുണ്ടാകും, മുസ്ലിംസൊക്കെ ഉണ്ടാകും. അവരുടെ ഒരു ഫംഗ്ഷനിലും പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത് ദൈവികമാണ് ചിന്തിക്കുന്നത്. ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. ഞാൻ എന്തിനത് പറയുന്നത്? നമ്മുടെ ഉള്ളിലേക്ക് ഇത് കയറണം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് അത് പറ്റുന്നില്ലെങ്കിൽ വേണ്ട, പക്ഷേ അത് പക്വതയായിട്ട് ചിന്തിക്കരുത്. എനിക്കിത് കഴിച്ചാലും ഒന്നും തോന്നാത്ത നിലയിലേക്ക് ഞാൻ വളരണമെന്ന് ചിന്തിക്കണം. പൗലോസ് അശ്വനി ചിഹ്നമുള്ളൊരു കപ്പലിലാണ് യാത്ര ചെയ്തത്. അശ്വനി ചിഹ്നം എന്ന് പറഞ്ഞ ക്രൂശിൻ്റെ ചിഹ്നമൊന്നുമല്ല, അന്നത്തെ ജാതികളുടേതായ ഒരു ചിഹ്നമാണത്. നമ്മളാണെങ്കിൽ അശ്വനി ചിഹ്നമുള്ള കപ്പലിൽ കയറത്തില്ല. ഞാൻ പറഞ്ഞു, ഇതൊന്നും നമുക്ക് സംഭവിക്കരുത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? പിശാചിനെ എവിടെ കാണണമോ അവിടെ നമ്മൾ കാണത്തില്ല. ഇത് പിശാചിന് വലിയൊരു തന്ത്രമാണ്. നമ്മൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് രാവിലെ കിടന്നൊരു പൂ കിടക്കുന്നത് കണ്ടു, അപ്പോൾ ഒന്ന് പേടിയാണ്. ദൈവമേ, ഇന്നലെയാണ് അവിടെ മണിയിടിയും കേട്ടു, അടുത്ത വീട്ടിൽ മണിയിടിയും കേട്ടു, കൃത്യമായിട്ട് രാവിലെ ഒരു പൂവും കണ്ടു, തീർന്നു. നമ്മുടെ സമാധാനവും പോയി, സന്തോഷവും പോയി. പൂവ് കണ്ടാൽ ഒന്നല്ലെങ്കിൽ മണക്കാൻ ഇഷ്ടം, മണക്കാലെ എടുത്ത് കളയുക, അത്രേ ഉള്ളൂ. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഒരുപാട് കെട്ടുകഥകൾ പിശാചിനെ കുറിച്ചുണ്ട്. പിശാചുണ്ട്, പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ നമ്മൾ കാണേണ്ട സ്ഥലത്താണ് കാണേണ്ടത്. അല്ലാതെ അടുത്ത വീട്ടിലെ അവൻ്റെ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് ഭക്ഷണം തന്നപ്പോൾ അവനൊന്നും പറഞ്ഞില്ല, നമ്മൾ സന്തോഷത്തോടെ വാങ്ങി കഴിക്കുക. പക്ഷെ അവൻ പറയുകയാണ് ഇത് വിഗ്രഹത്തിന് പൂജിച്ചതാണെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ കഴിക്കുന്നത് വേറൊരു വിശ്വാസി കാണുമ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകുക. ഇതാണ് പക്വതയുടെ നിലവാരം. അതിലേക്കാണ് നമ്മൾ വളരേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന മോഹത്തെക്കുറിച്ചാണ്. അവിടെയാണ് നമ്മൾ പിശാചിനെ കാണേണ്ടത്. അത് കാണാൻ നമുക്ക് കഴിയും. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ കോണ്ടെക്സ്റ്റിനേക്കാൾ വളരെയധികം അവർക്ക് ഇത് അവരുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടായിരുന്നൊരു കാര്യമാണ്, വിഗ്രഹാർപ്പിതം കഴിക്കാമോ ഇല്ലേ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ യാക്കോബിലേക്ക് നമ്മൾ മടങ്ങി വരുന്നു. അവിടെ പറയുന്നത് പ്രലോഭനം ഉണ്ടാക്കുന്നത്, നീ വീഴുന്നത് ഉണ്ടായ പ്രലോഭനത്തെ വളർത്തിയത് കൊണ്ടാണ്. ഉണ്ടായ പ്രലോഭനത്തെ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ചു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം എനിക്ക് ആവശ്യമെന്ന് കാണുന്ന എല്ലാ നല്ല ദാനങ്ങളും അത് തരും. തന്നില്ലെങ്കിൽ അവിടെയാണ് പ്രശ്നം.
തന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള നിഷേധമാണ്. എനിക്കത് വേണ്ട, എനിക്കത് പാടില്ല. അപ്പൊ അവിടെ മോഹത്തിന് സ്ഥാനമില്ല. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം, ചെറിയ പ്രായം മുതൽ നമ്മൾ ചില മോഹങ്ങളെ വളർത്തും. പിന്നെ എന്ത് പ്രവൃത്തി ചെയ്തിട്ടാണെങ്കിലും അത് നേടിയെടുക്കും. അതുപോലെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ. പക്ഷെ ദൈവം നല്ല ദാനങ്ങളെ തരാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നോക്കാം.